സാർ ഇന്ന് കണ്ടിറങ്ങിയ കൂടുതൽ പ്രേക്ഷകർ ഒരേപോലെ ഇറങ്ങിയ എന്തുകൊണ്ട് സന്ദർഭം അദ്ദേഹം 2 ഇറങ്ങിയില്ല എന്നാണ്. കാരണം കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു സിനിമ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത എന്തൊന്നും വന്നില്ല എന്നുള്ളത്. ശരിക്കും പ്ലാൻ ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് സാധ്യത ചിന്തിക്കുന്നുണ്ട്. ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്നൊരു കഥ പറഞ്ഞല്ലോ. കാരണം ഇത് ഇത്രമാത്രം സ്വീകരിക്കപ്പെട്ട ആൾക്കാർ ആസ്വദിച്ച ഒരു സിനിമയുടെ 2ാം ഭാഗം എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കഥ നമുക്ക് കിട്ടണം. അത് അങ്ങനെയൊന്നും സംഭവിച്ചാൽ നമ്മളത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ സാറിന് മണിച്ചേട്ടൻ്റെ ഓരോ സീനുകൾ കാണുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരുപാട് ഓർമ്മകളാണല്ലോ അദ്ദേഹം ചെയ്ത തമാശ. അപ്പം സെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നൊക്കെ അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിൽ നിന്ന് അല്ല, അങ്ങനെയുണ്ട്, ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട്. അവരൊക്കെ ആ രീതിയിൽ ഇപ്പം മണിയായാലും ജയറാമായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അവരെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവരുടേതായിട്ടുള്ള ഇമ്പ്രവൈസേഷൻ ചെയ്തിട്ട് നമ്മളുടെ പെർമിഷനോടുകൂടി അത് പെർഫോം ചെയ്യാറുണ്ട്.